തദ്രീബുൽ ഖിറാഅ. പരിശുദ്ധ ഖുർആൻ ഓതുന്നതിന് ചില നിയമങ്ങളും നിർദ്ദേശങ്ങളുണ്ട്. അപ്രകാരം ഓതിയാൽ മാത്രമേ ഖുർആനിനോടുള്ള ഓതുമ്പോൾ പാലിക്കേണ്ട അച്ചടക്കം പാലിച്ചവനാവുകയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അൽ മഖാരിജ് വസിഫാത്തു, ആമുഖങ്ങളൊന്നും ഇല്ലാതെ വിഷയത്തിലേക്ക് കടക്കാം. മഖാരിജ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ, അറബി അക്ഷരങ്ങളുടെ ഉച്ചാരണ സ്ഥാനം, അതാണ് മഖ്റജ് എന്ന് പറയാം. ഹൽക്ക്, തൊണ്ടയിൽ നിന്ന് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ 6 നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളുണ്ട്, ചുണ്ട് കൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളുണ്ട്. അങ്ങനെ അറബി അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൻ്റെ സ്ഥാനത്തിനാണ് മഖ്റജ് എന്ന് പറയുന്നത്. എന്നാൽ ഉച്ചാരണത്തിൻ്റെ സ്വഭാവം ഉണ്ട്. അത് മനസ്സിലാക്കാൻ എളുപ്പവഴി, ഹൽക്കിൻ്റെ അക്ഷരങ്ങളാണല്ലോ 6 അക്ഷരങ്ങളായ ഹംസ, ഐന്, ഗൈന്, ഖാ, ഹ എന്നിവ, ഹ എന്നീ അക്ഷരങ്ങൾ. ഈ 6 അക്ഷരങ്ങൾ ഹൽക്കിൻ്റെ അക്ഷരങ്ങളാണെങ്കിലും എല്ലാം ഒരേ സ്ഥലത്ത് നിന്നല്ല, ഒരേ സിഫത്തോടു കൂടിയല്ല പുറത്തു വരുന്നത്. ഈ 6 അക്ഷരങ്ങളും ഉച്ചാരണത്തിൻ്റെ സ്ഥാനം ഹൽക്കാണെങ്കിലും, അക്ഷരങ്ങൾ പുറത്തു വരുന്നത് ഹൽക്കിൽ നിന്നാണെങ്കിലും ആ അക്ഷരങ്ങളുടെ സിഫത്തുകൾ വ്യത്യാസമുണ്ട്. അതായത് ഉച്ചാരണത്തിൻ്റെ സ്വഭാവം വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ തന്നെ അവയുടെ സ്വഭാവത്തിനനുസരിച്ച് വ്യത്യാസം പെടുന്നു. അപ്പോഴാണ് ഹംസ ഉണ്ടാകുന്നത്. ഹൽക്കിൽ നിന്ന് തന്നെയാണ് ഹ ഉണ്ടാകുന്നത്. പക്ഷേ രണ്ടിൻ്റെയും സ്വഭാവം വ്യത്യാസമുണ്ട്. അപ്പം മഖ്റജ് മാത്രം പഠിച്ചതുകൊണ്ട് ഖുർആൻ തെറ്റുകൂടാതെ ഓതാൻ സാധിക്കുകയില്ല. മഖ്റജുകളും അക്ഷരങ്ങളുടെ ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഓരോന്നിൻ്റെയും യുണീക്കായ ഉച്ചാരണ സ്വഭാവവും മനസ്സിലാക്കണം. അക്ഷരങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ എന്നിവ മനസ്സിലാക്കലാണ് തജ്വീദിലെ പ്രധാനം. അതാണ് തജ്വീദ്, പാരായണ ശാസ്ത്രം എന്ന് പറയുന്നത്. നിപുണരായ ഉസ്താദുമാരുടെ സാന്നിധ്യത്തിൽ നിരന്തരം പരിശീലിക്കുന്നതിലൂടെയാണ് ഇത് സാധ്യമാവുന്നത്. മഖ്റജുകളെക്കുറിച്ച് അടുത്ത പാഠഭാഗങ്ങളിൽ വിശദീകരിക്കുന്നു. സിഫത്തുകളെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. നമുക്ക് ഇന്ന് സിഫത്തിനെ കുറിച്ചാണ് പറയേണ്ടത്. ഈ സിഫത്തുകൾ ഓരോ അക്ഷരത്തിനും ചേരുമ്പോൾ, ആ അക്ഷരങ്ങളുടെ ഉച്ചാരണ സ്ഥാനത്തോട് ചേരുമ്പോൾ ഓരോ അക്ഷരങ്ങളായിത്തീരുന്നു. അക്ഷരങ്ങൾ പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകമായ ശബ്ദ വ്യത്യാസങ്ങൾക്കാണ് സിഫത്ത് എന്ന് പറയുന്നത്. സിഫത്ത് എന്നതിന് നേരെ അർത്ഥം നമ്മൾ പറഞ്ഞു, ഉച്ചാരണ സ്വഭാവം. ആ ഉച്ചാരണ സ്വഭാവം എന്ന അർത്ഥം പറയുമ്പോഴും അതിൻ്റെ ഉദ്ദേശം എന്താണ്? അക്ഷരങ്ങൾ പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകമായ ശബ്ദ വ്യത്യാസങ്ങൾക്കാണ് സിഫത്ത് എന്ന് പറയുന്നത്. ഹൽക്കിൽ നിന്നാണല്ലോ നേരത്തെ പറഞ്ഞ 6 അക്ഷരങ്ങൾ പുറപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ സ്വഭാവം മാറുന്നതിനനുസരിച്ച് പുറപ്പെടുമ്പോൾ അതിന് ശബ്ദത്തിൽ വ്യത്യാസം വരുന്നു. ഇപ്പോൾ ഹൽക്കിൽ നിന്ന് വരുന്ന അക്ഷരമാണ് ഹ, ഹൽക്കിൽ നിന്ന് വരുന്ന അക്ഷരമാണ് ഐന്. പക്ഷേ രണ്ടിൻ്റെയും മഖ്റജ് ഒന്നാണെങ്കിലും ഉച്ചാരണ സ്വഭാവം വ്യത്യാസപ്പെടുന്നതിനാൽ നാം കേൾക്കുന്ന ശബ്ദത്തിൽ വ്യത്യാസം വരുന്നു. അപ്പോൾ ശബ്ദത്തിൽ വ്യത്യാസം വരാൻ ഏതൊരു സ്വഭാവമാണോ ഈ അക്ഷരത്തിന് നൽകിയത്, അതാണ് ആ അക്ഷരത്തിൻ്റെ സിഫത്ത് എന്ന് പറയുന്നത്. ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന വിവിധ അക്ഷരങ്ങളുണ്ടാകും. നമ്മൾ പറഞ്ഞല്ലോ, ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളുണ്ടാവും, നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളുണ്ടാവും. ആ അക്ഷരങ്ങൾ വ്യത്യസ്തമാകുന്നത് സിഫത്തുകൾ മാറുമ്പോഴാണ്. അപ്പോൾ വിവിധമായ സിഫത്തുകൾ വളരെ പ്രധാനമാണ് പഠിക്കൽ. ഇതാണ് സിഫത്തുകൾ. പരസ്പരം വൈരുദ്ധ്യമുള്ള സിഫത്തുകളുമുണ്ട്, പരസ്പരം വൈരുദ്ധ്യമില്ലാത്തവയുമുണ്ട്. വൈരുദ്ധ്യമുള്ള സിഫത്തുകളാണ് ഈ പറയുന്നത്. ഹംസ്, ജഹർ അക്ഷരങ്ങളുടെ
സ്വഭാവമാണ് ഹംസ് ജഹർ. ഹംസ് എന്നാൽ എന്താ? അക്ഷരങ്ങൾ കാറ്റോടുകൂടി പുറപ്പെടുന്നതിന് ഹംസ് എന്നും കാറ്റില്ലാതെ പുറപ്പെടുന്നതിന് ജഹർ എന്നും പറയുന്നു. ഉദാഹരണം പറയാം. ഫഹത്തഹു ഷഖ്സുൻ സക്കത്ത്. ഫഹത്തഹു ഷഖ്സുൻ സക്കത്ത് എന്ന ഈ വാക്കുണ്ടല്ലോ, ഈ വാക്കിലെ ഓരോ അക്ഷരങ്ങളും പുറപ്പെടുമ്പോൾ കാറ്റുണ്ട്. ഫ ഫ കാറ്റുണ്ട്. ഹ ഥ ഹു സ ഈ അക്ഷരങ്ങൾ സക്കത്ത് സീന് ക താന്. അപ്പോൾ ഇയ്യാക ഒരു ചെറിയ കാറ്റ് വരും. ഇയ്യാക നസ്തഈൻ ത എന്ന് പറയുമ്പോൾ ചെറിയൊരു കാറ്റ് വരും. കാറ്റോടുകൂടി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് ഫ ഹ സ ഹ ഷീന് ഹ സാദ് സീന് കാഫ് ത. ഈ 10 അക്ഷരങ്ങൾ. അപ്പോൾ ഹംസിൻ്റെ ഹർഫുകൾ, ഹംസ് എന്നത് അക്ഷരങ്ങളുടെ, ഈ 10 അക്ഷരങ്ങളുടെ സിഫത്താണ്, അക്ഷരങ്ങളുടെ വിശേഷണമാണ്. എന്നാൽ ബാക്കിയുള്ള അക്ഷരങ്ങൾ ജഹറിൻ്റെ ഹർഫുകളാണ്. അപ്പോൾ കാറ്റ് ഇല്ലാതെ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. ഉദാഹരണത്തിന് ബ. ബ എന്ന് പറയുമ്പോൾ കാറ്റ് വരുന്നില്ല. അ എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി ഒരക്ഷരം പുറപ്പെടണമെങ്കിൽ ഒരു കാറ്റ് വേണം. അതല്ലാതെ അതിനപ്പുറത്തേക്ക് അടിസ്ഥാനപരമായി ഒരു അക്ഷരം ഉണ്ടാണെങ്കിൽ അല്പം കാറ്റോടു കൂടി മാത്രമേ അക്ഷരം ഉണ്ടാവുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് കാറ്റ് വരുന്നില്ല. ദ ദ ബ തുടങ്ങി മറ്റുള്ള ഈ പറഞ്ഞ 10 അക്ഷരങ്ങളല്ലാത്ത മറ്റുള്ള അക്ഷരങ്ങൾ അവ ജഹറിൻ്റെ അക്ഷരങ്ങളുമാണ്. അതാണ് ഹംസ് ജഹർ. ഹംസ് എന്ന് പറഞ്ഞാൽ കാറ്റോട് കൂടി ഉച്ചരിക്കുന്നത്, ജഹർ എന്ന് പറഞ്ഞാൽ കാറ്റില്ലാതെ ഉച്ചരിക്കുന്നത്. ഇനി വ്യത്യാസം പറയാം. ഹൽക്കിൻ്റെ അക്ഷരമാണ് അ, ഹൽക്കിൻ്റെ അക്ഷരമാണ് ഹ. അവിടെ ഹ എന്ന് പറയുമ്പോൾ കാറ്റോടു കൂടിയാണ് വരുന്നത്. രണ്ടും ഹൽക്കിൻ്റെ അക്ഷരങ്ങളാണ്. അപ്പോൾ മഖ്റജ് രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ ഹഇൻ്റെ സിഫത്താണ് ഹംസ്. അപ്പോൾ കാറ്റോടു കൂടി ഉച്ചരിക്കണം. അ എന്ന് പറയുന്നതിന് ഹൽക്കിൻ്റെ അക്ഷരമാണെങ്കിലും അതിൽ ജഹറിൻ്റെ സിഫത്താണ് അതിനുള്ളത്. ജഹറാണ് അതിൻ്റെ സിഫത്ത്. ജഹർ എന്ന് പറഞ്ഞാൽ കാറ്റില്ലാതെ ഉച്ചരിക്കേണ്ട അക്ഷരം. അപ്പോൾ അ കാറ്റില്ലാതെയാണ് ഉച്ചരിക്കുന്നത്. ഇതാണ് ഹംസും ജഹറും. പരസ്പരം വൈരുദ്ധ്യങ്ങളാണ്. ഒന്ന് കാറ്റുള്ളത്, ഒന്ന് കാറ്റില്ലാത്തത്. അപ്പോൾ കാറ്റോടു കൂടി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ ഫഹസ്തഹു ഷഖ്സുൻ സക്കത്ത് എന്ന വാക്കിലെ 10 അക്ഷരങ്ങൾ. പിന്നെ കാറ്റില്ലാതെ ഉച്ചരിക്കേണ്ടത് മറ്റുള്ളവ, അറബി അക്ഷരമാലയിലെ ഈ 10 അല്ലാത്ത മറ്റുള്ള അക്ഷരങ്ങൾ.